ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് കുറവുകളെ ഇവാലുവേറ്റ് ചെയ്യണ ഒരു പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തണം നല്ലതാണ്. ഈ കുറവുകളെ അന്വേഷിക്കുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്തതല്ല, ഈ പാക്കേജിൽ ഉടമ്പടി പാക്കേജിലുള്ളതാണ് പേഴ്സണൽ അസസ്മെൻറ്റ്. അത് 10:20-19 വായിച്ചേ. മർക്കോസ് 10:20. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അതായത് ഒരു യുവാവ്, അയാൾ ഈ ജോജോനെ പോലെ ധനികനായിരുന്നു. ബൈബിൾ അവതരിപ്പിക്കുന്ന ജോജോയെ പോലെ അയാൾ ധനികനാണെന്ന് പറയുന്നില്ല അവിടെ, വായിച്ചോളൂ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കണത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. IELTS പാസ്സാകാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് കൃപാസനത്തിൽ വന്ന് പെൺപിള്ളേർ ചോദിക്കുന്നത്. അത് കുഴപ്പമില്ല, അതിന് കർത്താവ് നല്ല അസല് മറുപടികൾ, അവർക്ക് ജോലി വരെ ആയാണ് ഇവിടുന്ന് പോണത്. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല, അത് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം ദൈവം തന്നതാണ്. പക്ഷേ ദൈവത്തോട് എപ്പോഴെങ്കിലും നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് നല്ലതാണെന്നല്ല, നിങ്ങളെ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? എപ്പോഴും ഇങ്ങനെ മുട്ടുവേദന മാറാനും നെഞ്ചിരുക്കം മാറാനും തലവേദന മാറാനും മാത്രം, പെണ്ണ് കെട്ടിക്കാനും മകളെ കെട്ടിക്കാനും നഷ്ടപ്പെട്ടു പോയ മാല കിട്ടാനും മാത്രം ദൈവത്തിൻ്റെ അടുത്ത് വന്നാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ തള്ളിക്കളയും. കാര്യം ഈ പണ്ടാരത്തിന് ഇത് മാത്രമേ അറിയാൻ പാടുള്ളൂ, ദൈവത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഭൂമിയിലുള്ള പറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ ദുരുപയോഗിക്കുന്ന ഒരു അസത്താണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ റിജക്റ്റ് ചെയ്യും ദൈവം. അപ്പോൾ ഇടയ്ക്കൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നത് നല്ലതാണ്. എന്താ ചോദിക്കേണ്ടത്? 10:20 എന്താ ചോദിച്ചിരിക്കണത്? മർക്കോസ് 10:20 എന്താ? മർക്കോസ് 10:17. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? അതായത് നിത്യജീവൻ അവകാശമാക്കാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവത്തോട് ചോദിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഗുരുതരമായി ചോദ്യം ഉന്നയിക്കണം. കാര്യം എന്താണ്? ദൈവത്തിൽ നിന്ന് ചോദിക്കുന്നത് തന്നെ ദൈവത്തോട്. ഇപ്പം നിങ്ങൾ പലരും ചോദിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമല്ല. പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചോദിക്കണതെല്ലാം ദൈവത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ഗതികെട്ട് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ആ വിഷയം ചോദിക്കേണ്ടി വരണത്. പക്ഷെ ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനം എന്തിനാണ് ഉള്ളത്? നിത്യജീവൻ പ്രാപിക്കാൻ, ഞാൻ നിത്യമായി ജീവിക്കാൻ, എന്നുവെച്ചാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ, ഈ ഭൂമി ജീവിക്കാനല്ല. നിത്യജീവൻ എന്ന് പറയാൻ എന്താ ഉദ്ദേശിക്കണത്? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ പലപ്പോഴും ചോദിക്കണത് വീട്, ജോലി, വിവാഹം, കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ജീവിക്കാനാണ്, ഭൂമി ജീവിക്കാനാണ്. ഭൂമിയിലാണെങ്കിൽ നമ്മൾ 70 കൊല്ലം മാത്രമേ ജീവിക്കുന്നുള്ളേ. കൊടാനുകൂടി കൊല്ലം പിന്നെ കാലം കിടക്കുന്നത് കാരണം നമ്മൾ ചോദിക്കേണ്ട വേറൊരു റെഫറൻസ് എന്താണ്? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനൊരു യുവാവിനൊരു ബോധം ഉണ്ടായി. അയാൾ വന്നു. അപ്പോൾ ദൈവത്തോട് അയാൾ കാര്യങ്ങൾ ചോദിച്ചു. ഈശോ പറഞ്ഞു, അത് നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഉടമ്പടി പാലിക്കാനാണ് പറയണത്. നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നീ അതുപോലെ ചെയ്യാൻ പറയും. അപ്പോഴയാൾ പറയും, ഞാൻ ചെറുപ്പകാലം മുതൽ ഇതൊക്കെ ചെയ്യണമെന്ന് പറയും. അപ്പോഴീശോ അവനോട് പറയും, നിനക്ക് ഒരു കുറവുണ്ട്. നീ ഇതെല്ലാം ചെയ്യുന്ന ആളാണ്, ഉടമ്പടി ജീവിക്കുന്ന ആളാണ്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. ഈ ഉടമ്പടിയിൽ എപ്പോഴും പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ഈ 10:20 എന്ന് പറയുന്നത് ഉടമ്പടി ജീവിക്കുന്ന ഒരാളെക്കുറിച്ചാണ് വചനം അഡ്രസ്സ് ചെയ്യണത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നിയമത്തിൽ എന്താ എഴുതിയിരിക്കണമെന്ന് ഈശോ ചോദിക്കും. അപ്പം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക തൊട്ട് 10 കൽപ്പന മൊത്തം പറയുമ്പോൾ ഈശോ അവൻ പറയും, ഇതൊക്കെ ഞാൻ ചെയ്യണതാണ്, ഞാൻ ഉടമ്പടിയിലാണ്. ഞാൻ ഉടമ്പടി 1 പുതുക്കി 2 പുതുക്കി 3 പുതുക്കി ജീവിക്കുകയാണെന്ന് പറയും. 3 പുതുക്കി ജീവിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ 5 പുതുക്കി എനിക്ക് സിൽവർ ഗ്രേ ആണ് കയ്യിലുള്ളതെന്ന് പറയും, പേപ്പർ. അപ്പോഴും ഈശോ പറയും, നിനക്കൊരു കുറവുണ്ട്. ഇപ്പം നിനക്ക് നീല ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ ഈശോ പറയും, നിനക്കൊരു കുറവുണ്ട്.
അല്ലേ? നീ വെള്ള ഉടമ്പടിയാണ് നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഈശോ പറയും നിനക്കൊരു കുറവുണ്ട്. ഇനി നിനക്ക് സിൽവർ കിഴയാണ് നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഈശോ പറയും നിനക്കൊരു കുറവുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈശോ ഇനി പറയാൻ കുറവ് എന്താണെന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ക്ലാസ്സിൽ ഈശോ ഇനി പറയാൻ എന്നെക്കുറിച്ച് പറയാൻ പോണ കുറവ് എന്താണ് എന്ന് നീ ചിന്തിച്ച് സ്വന്തമായിട്ട് ഈശോയുമായിട്ട് ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ പിന്നെ നീ സത്യസന്ധമായിട്ട് ഉടമ്പടി ഏറ്റെടുത്ത് നടത്തും. കാര്യം വെച്ചാൽ നിനക്കറിയാമല്ലോ, ദൈവം നിൻ്റെ ഉള്ളിലോട്ട് വന്നാൽ പിന്നെ എല്ലാത്തിനും സമാധാനമാണ്. ഒരു കാര്യം മാത്രമല്ല, ദൈവത്തിന് ഒരു കാര്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ദൈവത്തിന് മനുഷ്യന്മാർക്ക് ഒരു കാര്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉടനെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ച് പറയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല എന്ന് പറയുന്നു. ഉടനെ അവർ പറഞ്ഞ് ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലോട്ടൊക്കെ 5 മിനിറ്റ് കഴിയുമ്പോൾ കറണ്ട് വരുമെന്ന് പറഞ്ഞു. ഓ കൊള്ളാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നപ്പോൾ നമ്മൾ ജനൽ തുറന്നു വെച്ച് അപ്പുറത്ത് നോക്കി എൽസിക്കുട്ടി കറണ്ട് വന്നു. നാശം അവിടെ വീട്ടിലും കറണ്ട് വന്നാന്ന് ചോദിക്കും. തീർന്നില്ല പരിപാടി. മനസ്സിലായല്ലേ? ഇതാണ് പ്രശ്നം. നമ്മളെ വീട്ടിൽ നമ്മളാണല്ലോ വിളിച്ച് പറഞ്ഞത്, അവളെ വിളിച്ച് പറഞ്ഞില്ല. എൽസിക്കുട്ടി വിളിച്ച് പറഞ്ഞിട്ടില്ലേ? നമ്മളാണ് കഷ്ടപ്പെട്ട് നമ്മൾ 3 രൂപ കളഞ്ഞില്ലേ, മൊബൈലിൽ കുത്തി കറണ്ടില്ലെന്ന് വിളിച്ച് പറഞ്ഞില്ലേ ഓഫീസിലേക്ക്. അപ്പോൾ നമ്മളോടല്ല അവർ പറഞ്ഞത് ഇപ്പം കറണ്ട് വരുമെന്ന്. അപ്പോൾ കറണ്ട് വന്ന് നമ്മളെ കാശിന് നമ്മൾ കറണ്ട് വന്ന്. അപ്പം ജനൽ തുറന്ന് അപ്പുറം നോക്കിയപ്പോൾ എൽസിക്കുട്ടി അവർക്ക് കറണ്ട് വന്നാ. നമ്മുടെ മനസ്സിരിക്കണ അതാണ്. നമ്മൾ വിളിച്ച് നമുക്ക് മാത്രം കറണ്ട് കിട്ടിയാൽ മതി. എൽസിക്കുട്ടി കറണ്ട് വരണത് നമ്മുടെ അക്കൗണ്ടിൽ എംബ്രാൻ്റെ ഭാര്യയുടെ അത്താഴം എംബ്രാൻ്റെ വട്ടത്ത് വേണ്ട. ഇതാണ് കുറവെന്ന് പറയണത്. നമ്മൾ മാത്രം വെളിച്ചം കണ്ടാൽ മതി, മറ്റുള്ളവർ വെളിച്ചം കാണണ്ട. അത് നമ്മുടെ മൊബൈലിലെ കാശ് കൊണ്ട് കാണണ്ട എന്ന് ചിന്തിച്ചാൽ അത് കുറവായി മാറും. ഓരോ ഉടമ്പടി പുതുക്കലും ഈ കുറവുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കട്ടെ. വെളിപ്പെടുത്തരുന്ന് നന്ദി പറയുന്നു. ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഓരോ പുതുക്കലിനും നമ്മൾ വ്യവസ്ഥാപിതമായിട്ട് പറയാത്ത പുതിയ നമ്മുടെ കുറവുകൾ മർക്കോസിൻ്റെ സുവിശേഷം 12:21 വെച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആത്മശോധന ചെയ്യേണ്ടതാണ്. എന്താണ് എൻ്റെ കുറവെന്ന്. ഇപ്പോൾ ജോജോ പറയുന്ന കുറവുകൾ എന്തെല്ലാമാ? ജോജോ സംസാരിക്കാതിരുന്ന വ്യക്തികളുണ്ട്. അപ്പം അവരോട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. മുമ്പത്തേനേക്കാൾ നന്നായിട്ട് കുർബാന അർത്ഥവത്തായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ തുടങ്ങി. തനിത്രയും നാൾ സമ്പാദിച്ചെങ്കിലും ഇതൊന്നുമില്ലാതെ അദ്ദേഹം ഒരു ദിവസം തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴും അദ്ദേഹം സുഖപ്പെട്ടു എന്നുള്ള ധാരണ അദ്ദേഹത്തിനില്ല.
കാര്യം അദ്ദേഹത്തിൻ്റെ സിസ്റ്റ് വളരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷെ അപ്പം നാട്ടിൽ വന്നിട്ട് രണ്ടാമത് ഇദ്ദേഹം ഇതിനു വേണ്ടി മാത്രം ഒന്ന് നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഗംഗാധരൻ ഡോക്ടറിനെയൊക്കെ കണ്ടു. ഏത് ആശുപത്രിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ ആ പേരൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഗംഗാധരൻ ഡോക്ടർ കേരളത്തിൽ ഒരു പക്ഷേ നല്ല ഈ വിഷയത്തിൽ എക്സ്പെർട്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വീണ്ടും ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എത്രയും വേഗം 25 കീമോ എടുക്കണമെന്ന് പറഞ്ഞു. 25 കീമോ. ഈ മനുഷ്യൻ തകർന്നു പോയി. ഇംഗ്ലീഷിൽ ഡോക്ടർമാർ പറഞ്ഞില്ല ഇത്, അവർ എന്നെ ചതിച്ചു, അവർ മറച്ചു വെച്ചു. മലയാളത്തിൽ വന്നപ്പോൾ അവർ 25 കീമോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് ഒറ്റ ചിന്തയുണ്ടായുള്ളൂ, കീമോ എടുത്താൽ ഇല്ലെങ്കിലും തിരിച്ച് എൻ്റെ മക്കളടുത്ത് പോയി കിടന്ന് മരിക്കണം. നോക്കിയേ, മലയാളികളുടെ മനസ്സങ്ങനെ മാറുകയാണേ. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മരിക്കാൻ വേണ്ടി എല്ലാവരും കേരളത്തിൽ വരുമെന്നാണൊക്കെ. ഇപ്പം മാറി. ഇങ്ങനെ എല്ലാവരും പറയും, നിങ്ങൾ ചോദിക്കും എപ്പോഴാലും നിങ്ങൾ എവിടെ പോയാലും മരിക്കാൻ വേണ്ടി കേരളത്തിൽ വരികയില്ലെന്ന് ചോദിക്കുമായിരുന്നു പണ്ട്. ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ അമേരിക്കയിൽ പോകുമ്പോൾ അച്ഛന്മാരൊന്നും പറഞ്ഞിടാ എവിടെ പോയാലും മരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ വരണ്ടേന്ന് പറയും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ഇവിടെ വന്നിട്ട് മരിക്കാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് പോവുകയും. അങ്ങനെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. എനിക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു, 25 സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ 25 പ്രാവശ്യം കീമോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മറ്റേ ചിന്ത എൻ്റെ മക്കളുടെ അടുത്ത് പോയി മരിക്കണമെന്ന്. അപ്പം ഞാൻ അവിടെ തിരിച്ചു പോയിട്ട് ഞാൻ എൻ്റെ ഡോക്ടറാണ് ആദ്യം കണ്ടത് പോയി. നിങ്ങളെ ചോദിച്ചു, നിങ്ങളെന്നെ പറ്റിച്ചില്ലേ? അപ്പോൾ എന്താണ് ഡോക്ടർ ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞല്ലോ അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ 25 കീമോ എടുക്കണമെന്ന്. അപ്പോൾ ഡോക്ടർ ചിരിച്ച്, അത് ശരിയാ, നിങ്ങളെ ഞാൻ 3-4 പ്രാവശ്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കാലത്തിനുള്ളിലാണ് ഈ സിസ്റ്റിൻ്റെ വലിപ്പം ഞാൻ നോക്കിയിട്ടാണ് കീമോ വേണ്ടെന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് അറസ്റ്റഡ്. നിങ്ങളുടെ നാട്ടിലെ ഡോക്ടർ ചെന്നപ്പോൾ തന്നെ ഇത്രയും വലിയ ഇത് സിസ്റ്റ് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ 25 കീമോ ഒക്കെ എഴുതി. ദാറ്റ് മീൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അപ്പം ഈ മനുഷ്യന് ബോധം വന്ന് 25 കീമോ ആവശ്യമുള്ള എൻ്റെ ക്യാൻസറിനാണ് മാതാവ് അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് ഇതിൻ്റെ തന്നെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നിങ്ങളെ എപ്പോഴും ദൈവത്തെ അസസ് ചെയ്യുമ്പോൾ, ഉടമ്പടി റിസൾട്ട് അസസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പകപ്പിഴകൾ തിരുത്തണം. ഉടമ്പടിയുടെ റിസൾട്ടുകൾ, ഇപ്പം നിങ്ങളുടെ കടം, രോഗം, ജോലി, വിവാഹം, മക്കൾ, ഇപ്പം നിങ്ങൾ ഒരു റിസൾട്ട് നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് അത് ദൈവത്തിന് കൊടുത്തിരിക്കണം, ഇതുപോലെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളിപ്പോഴും മോന്തം കയറ്റി നടക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ ഒരു മോള് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞതാണ്. എന്താണ്? മാതാവേ, എന്നെ UK കൊണ്ടുപോകണത് ജനുവരി മാസത്തിൽ കൊണ്ടുപോകണം, ജനുവരി ഇൻടേക്കിന് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കണ്ണീരിട്ട് ഇവിടെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ആരാണ്ട് പറഞ്ഞു, എടി ജനുവരി ഇൻടേക്കിന് വേണ്ടി നീ അങ്ങോട്ട് വരാൻ പോകണ, ജനുവരിയിൽ അവിടെ ഭയങ്കര തണുപ്പാടി, നിനക്ക് നടുവേദന ഉള്ളതല്ലേ, നടുവേദനക്കാരും മുട്ടുവേദനക്കാരും ഒക്കെ ഈ തണുപ്പത്തൊന്നും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അനങ്ങത്തില്ല. ഓ ദൈവമേ സോറി എന്നാൽ പിൻവലിച്ച് പോരെ. ഇതാണ് മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ പ്രശ്നം. ഇതാണ്, അതായത് നമ്മൾ മാതാവിൻ്റെ കാലഘട്ടം ജനുവരി ഇൻടേക്കിന് കൊണ്ടുപോകണം, ജനുവരി ഇൻടേക്കിന് കൊണ്ടുപോകണമെന്ന് പറയും. മാതാവ് ഒരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ നടുവ് പോയത് തന്നെ. അപ്പോൾ പല കാര്യങ്ങളും ദൈവം അപ്പം തന്നെ എടുക്കത്തില്ല. നീ ചോദിക്കുന്നത് ആനമണ്ടത്തരമായിരിക്കും, നീ ഉടമ്പടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ആനമണ്ടത്തരമായിരിക്കും. എന്നുവെച്ചാൽ
അതെങ്ങാനും ദൈവം എടുത്താൽ നിനക്ക് തന്നെ അത് പണിയായിട്ട് വരും, പണി പാർസൽ വരും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും നിൻ്റെ വിഷയം അതുപോലെ നടന്നില്ലെങ്കിൽ നീ മോദം കയറ്റി ദൈവത്തിനെ പ്രകോപിപ്പിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ദൈവത്തിന് സമർപ്പിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതായത് എപ്പോഴും എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം ടോട്ടലായിട്ട് ദൈവത്തിന് മാറ്റാൻ പറ്റും, അതേസമയം തന്നെ അതിൻ്റെ ആവിയും പുകയും നിന്നെ ഏൽപ്പിക്കാതെ അറസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് രണ്ടും ഒരേപോലെ. നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് നോക്കിയിട്ട് അതാണ് നിൻ്റെ കുടുംബത്തിൻ്റെ ഹിസ്റ്ററി അനുസരിച്ച് ദൈവം സെറ്റ് ചെയ്യണം. ഒരു കാര്യം എപ്പോഴും അത് പെർഫെക്റ്റായിട്ടായിരിക്കും ചെയ്യണത്, പെർഫെക്റ്റായിട്ടാണ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓരോ വിഷയം, അതായത് ഞാൻ എന്താ പറയണത്, ഒരു കാരണവശാലും ദൈവത്തെ നിങ്ങൾ ഒരിക്കൽ പോലും ദൈവമേ നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇന്ന് എവിടെ ഇരിക്കേണ്ടതായിരുന്നു, അതപ്പം ചെയ്തു തന്നാൽ മതിയായിരുന്നല്ല എന്ന് ഒരിക്കലും കിട്ടാത്ത കാര്യത്തിന് ദൈവത്തെ പ്രതിയാക്കിക്കൊണ്ട് പ്രാർത്ഥനയെ മാന്യം കാണിച്ചുകൊണ്ട് നിങ്ങൾ ആന്തരിക മത്സരങ്ങൾ നടത്തരുത്. അത് ഉടമ്പടിയെ ബാധിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതായത് ഈ മർക്കോസിന്റെ സുവിശേഷം ഇല്ലേ, മർക്കോസ് തന്നെ 16-18 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 16:18. മർക്കോസ് 16:18. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. പറഞ്ഞേ. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അതായത് ഈ പ്രൈമറി ഉടമ്പടിക്കാരെ കുറിച്ച് ഈ പറയണത്, അതായത് നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ തന്നെ വിശ്വാസം വഴി, വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വാസം ജീവിക്കാനുള്ളതാണ്. അല്ലാതെ വിശ്വാസം നമുക്ക് ശാസ്ത്രീയമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം പോലെ അല്ല ഇത്. ശാസ്ത്രീയമായി നമുക്ക് എല്ലാ കാര്യങ്ങളും വിശ്വാസമില്ലേ. ഇപ്പോൾ H2SO4 2 ഹൈഡ്രജൻ്റെയും ഒരു ഓക്സിജൻ്റെ H2SO4 ഒരു സൾഫറിൻ്റെ അല്ലേ, 4 സൾഫറിൻ്റെ തന്മാത്രകളൊക്കെ കൂടി കഴിഞ്ഞാൽ സൾഫൂറിക് ആസിഡ് ഉണ്ടാകുമെന്ന് നമുക്കൊരു ധാരണയുണ്ട്. ഈ ശാസ്ത്രീയ ധാരണകൾ ലാബറട്ടറി സത്യമാണെങ്കിലും ജീവിതത്തിൽ അത് ബാധിക്കത്തില്ല. ശാസ്ത്രീയ ധാരണകൾ ലാബറട്ടറി സത്യമാകാം പരീക്ഷണത്തിൽ, പക്ഷെ ജീവിതത്തിൽ അത് ബാധിക്കത്തില്ല. പക്ഷെ വിശ്വാസം അങ്ങനെയല്ല. നിനക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ കാണിക്കണം. അത് മനസ്സിലായില്ലേ? വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വസിക്കാനുള്ളതല്ല, വിശ്വാസം ജീവിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ. വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വാസം വിശ്വസിക്കാനുള്ളതല്ല. പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാനുണ്ട്. ഇപ്പം അമേരിക്കയുടെ തലസ്ഥാനം വാഷിങ്ടണാണ്, വിശ്വസിച്ചാൽ മതി, നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല, ഇല്ലേ? വിശ്വസിച്ചാൽ പോരെ. പക്ഷേ ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചോ എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ ജീവിക്കാൻ ബാധ്യസ്ഥയാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, കേവല വിശ്വാസത്തിൽ നിന്ന് സത്യസന്ധമായ വിശ്വാസ ജീവിതത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയിൽ തകരാതെ, വിശ്വാസിയിൽ തകരാതെ.
വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയിൽ പതരാതെ, വിശ്വാസിയിൽ പതരാതെ, വിശ്വാസിയിൽ പതരാതെ, വിശ്വാസിയിൽ പതരാതെ, വിശ്വാസിയിൽ പതരാതെ, വിശ്വാസിയിൽ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയിൽ പതരാതെ, വിശ്വാസിയിൽ പതരാതെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ മർക്കോസ് 16:17 പറയണത് ഈ വിശ്വസിക്കുന്നവരുടെ കൂടെ, അതായത് വിശ്വാസം ജീവിക്കുന്നവരുടെ കൂടെ പറഞ്ഞേ, വിശ്വാസം ജീവിക്കുന്നവരോട് കൂടെ, അതായത് അതിന്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ചെയ്തിരിക്കുന്നവരുടെ കൂടെ എന്നാണ്. വിശ്വാസം ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ജീവിക്കുക എന്നതിന്റെ അർത്ഥം. പറഞ്ഞ വിശ്വസിക്കുന്നവരുടെ കൂടെ, വിശ്വസിക്കുന്നവരോട് കൂടെ, വിശ്വാസം ജീവിക്കുന്നവരുടെ കൂടെ, വിശ്വാസം ജീവിക്കുന്നവരോട് കൂടെ, ഉടമ്പടി ജീവിക്കുന്നവരുടെ കൂടെ, ഉടമ്പടി ജീവിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, വിഷദ്രാവകങ്ങൾ കുടിക്കാം, വിഷദ്രാവകങ്ങൾ കുടിക്കും. എന്നാലും ഒരു ഉപദ്രവം അവർക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ഈ വെർച്വൽ ഉടമ്പടിയിൽ നിന്ന് ഇതുപോലെ പിൽഗ്രിം ഉടമ്പടിയിലേക്ക്, ഫിസിക്കൽ ഉടമ്പടിയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് പല കാര്യങ്ങളെയും നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ജോജോക്ക് എന്താ സംഭവിച്ചത്? 25 കീമോ ചെയ്യേണ്ട ക്യാൻസറിനെ ദൈവം അറസ്റ്റ് ചെയ്ത് ഉപദ്രവം വരുത്താതെ വെച്ചിരിക്കുകയാണ്. അതാണ് ഈ 16:18 എന്താ പറയണത്? വായിച്ചോളൂ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അതായത് നമ്മളെ രോഗമോ മറ്റു തരത്തിലുള്ള ശണ്ഠകളോ നമ്മളെ ഉപദ്രവിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ദൈവം ഉടമ്പടിയിലൂടെ നമ്മളെ ദൈവം സംരക്ഷിച്ച് നിലനിർത്തും. ഉടമ്പടിയുടെ ഗുണങ്ങൾ ചെറുതല്ല, വലുതാണ്. പക്ഷെ അത് ഇതുപോലെ നിങ്ങളെ ചില ആൾക്കാർ വന്ന് ക്യൂ നിന്ന് ഇനി എത്ര നേരം നിൽക്കണം, എത്ര നേരം ഇറങ്ങണത്. ഞങ്ങളിപ്പോൾ ഓഫീസിൽ നിന്ന് ആദ്യം വരുമ്പോൾ തന്നെ പറയും, ചേട്ടായി 4 മണിക്കൂറുണ്ട് അഭ്യാസം പറ്റുവാന്ന് ചോദിക്കും ആദ്യം, അല്ലെങ്കിൽ വണ്ടി വിട്ടേക്കാൻ പറയും. പാരര്യം കൊണ്ടാണ് പറയണത്. നീ എപ്പം പറഞ്ഞു എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയും. അവിടെ പോകണം ഇവിടെ പോകണം എന്ന് ആൾക്കാർ വന്ന് കൃപാസനത്തിൽ വന്നിട്ടൊരു കഥയില്ല. ദൈവത്തിന് അറിയാം ഇത് സത്യസന്ധമാണോ, അത് അംഗവും കാണാൻ താളിയും പറിക്കാമെന്ന് പറഞ്ഞ് വരികയാണ്. നെയ്യപ്പം തിന്ന 2 കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമല്ലോ ഉടമ്പടി എടുക്കാൻ വേണ്ടി. അവലപ്പുഴയും പോകാം, അളിയലും കാണാം, കഴിവർ വന്ന് ഉടമ്പടി എടുക്കുക. അങ്ങനെയുള്ള ഉടമ്പടിയാണ് ഈ പൊട്ടിയിരിക്കണത്. പല ഉടമ്പടിയും വന്നിരിക്കണത് ഉടമ്പടിയിലല്ല നിങ്ങളെ. അതല്ല ഇതുപോലെ വെർച്വൽ ഉടമ്പടിയിലാണ് കിടക്കണത്. അതൊന്നും ഫിസിക്കലായിട്ടില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം എന്താണ്? സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കഴിച്ചാലും. നിങ്ങൾക്കറിയാമല്ല, സമുദ്രം വരെ തടഞ്ഞു നിർത്തുന്ന വാഗ്ദാനത്തിലുള്ളതാണ്. ഉടമ്പടി വാഗ്ദാനത്തിലുള്ളതാണ് സമുദ്രം വരെ തടഞ്ഞു നിർത്തുമെന്ന്. ഞാൻ ആ വാഗ്ദാനം വിശ്വസിച്ച ആളാണ്. കർത്താവ് സമുദ്രത്തിന് ഓടാമ്പലിട്ടിരിക്കണത് കർത്താവാണെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. 38:10 വായിച്ചേ, ജോബ് 38:10 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. സമുദ്രത്തിന് അതിന് 38:9 വായിക്കുക. 38:8 മുതലുള്ള തിരുവചനം. ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ച് തടഞ്ഞവൻ ആര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിന് ഉടയാടയുമാക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച്. സമുദ്രത്തിന് അതിർത്തികൾ നിശ്ചയിച്ച്. സമുദ്രമാണ്, സങ്കടമാണ്, രോഗമാണ്, കടങ്ങളാണ്. പക്ഷേ കർത്താവ് ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് അതിന്. പറഞ്ഞോളൂ, വായിച്ചോളൂ. ഞാനതിന് അതിർത്തികൾ നിശ്ചയിച്ച്. ഞാനതിന് അതിർത്തികൾ നിശ്ചയിച്ചു. കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. അതായത് പരിധികൾ നിശ്ചയിച്ചു. എന്താ പറഞ്ഞത്?
നിനക്ക് ഇതാ ഇവിടം വരെ വരാം. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ അഭിഷിക്തനെ തൊട്ടു പോകരുത് എന്ന് പറയാം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 94. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന 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 സ്നേഹമേ